എവ്രിവൺ, സോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ കോയമ്പത്തൂർ ട്രിപ്പിൻ്റെ ഡേ 2 ആണ് കേട്ടോ. സെക്കൻഡ് ഡേ ഞങ്ങൾ രാവിലെ ഫ്രഷായി റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡിയായി നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോഷൂട്ട്സൊക്കെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടൽ അക്ഷതയാണിത്. നമ്മുടെ ചുറ്റോറും ഫുൾ ഓഫ് ഹോട്ടൽസാണ് കേട്ടോ. ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ഹോട്ടൽസാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചത് അടുത്തൊരു ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു മലയാളി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് പിന്നെ എന്നുള്ളത്. സോ അവിടെ നിന്നാണ് കഴിച്ചത്. നമ്മൾ പോരുന്ന വരെ പിന്നെ ഫുഡ്സ് എല്ലാം ആ റെസ്റ്റോറൻറ്റാണ് കേട്ടോ കഴിച്ചത്. ഭയങ്കര നല്ല ഫുഡായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഫുഡ് ആൻഡ് നല്ല അഫോർഡബിളും ആയിരുന്നു കേട്ടോ. സോ ഇതായിരുന്നു നമ്മുടെ ഹോട്ടൽ. ആൻഡ് അവിടെ നിന്ന് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോത്തീസിലേക്ക് പോയി. നമ്മുടെ സെക്കൻഡ് ഡേ ഷോപ്പിങ്ങിന് പോത്തീസിലും കൂടി ആയിരുന്നു നമുക്ക് ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നത്. സോ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാം കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഒയ്യോ, അത് എനിക്കറിയില്ല അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത്. ഒരു ഭയങ്കര ഹമ്പിളായിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും. അങ്ങനെ നമ്മൾ ചെന്ന ഉടനെ തന്നെ ഇങ്ങനെ ഫ്രണ്ട് ഏരിയയിൽ ഇങ്ങനെ കാണുന്ന സാരീസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ എന്നിട്ട് സ്ലോലി നമ്മൾ പിന്നെ ഓരോ കളക്ഷൻസ് നോക്കാൻ പോയി തുടങ്ങി. പിന്നെ വൈകിക്ക് അരങ്ങേറ്റത്തിനുള്ള സാരി നമ്മൾ പോത്തീസ് ഇവിടെ നിന്നാണ് കേട്ടോ എടുത്തത്. സോ ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ആൻഡ് ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ സാരീസിനും അല്ല, കുറച്ച് നമുക്ക് സാധാരണ ജനറൽ ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള സാരീസിന് പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ പറ്റിയിട്ടുള്ള സാരീസിന് ഭയങ്കര നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഒരു 600-നൊക്കെ 2 സാരീസ്, 599-നൊക്കെ 2 സാരീസ്. അത് ഈ റെഗുലർ യൂസിന് പറ്റിയിട്ടുള്ള സാരീസൊക്കെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് നമ്മളതൊന്നും എടുത്തില്ല. നമുക്കതൊന്നും അത്ര കൂടെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എടുത്തില്ല. ആവശ്യമുള്ളത് തന്നെ എടുക്കാനുണ്ടായിരുന്നതും ഉണ്ട് കേട്ടോ. സോ കളക്ഷൻസ്, അവിടുത്തെ കുറേ കളക്ഷൻസ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം കേട്ടോ. ആൻഡ് വൺ മോർ തിങ്, ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ ഷോപ്സിൻ്റെയും ഇൻറ്റീരിയർ അപാരം തന്നെയാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ലൈറ്റ്സൊക്കെ വെച്ച് നിങ്ങൾക്ക് കാണാനല്ലേ ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു അത് കാണാൻ. ഓരോ ഫ്ലോർസും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇപ്പം ഇത് ഫസ്റ്റ് ഫ്ലോറാണ്, ഗ്രൗണ്ട് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളം പോത്തീസിലുള്ള പോലെ, എറണാകുളം പോത്തീസിനെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള പോലെയാണ്. ഗ്രൗണ്ട് ഓർ ഫസ്റ്റ് എനിക്കറിയാം, കണ്ടില്ലേ ഇപ്പം നിങ്ങൾ ഇത് എറണാകുളം പോത്തീസിൻ്റെ എവിടെയോ ഇത് കണ്ടിട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോലെ ഇവിടെ ഭയങ്കര എന്താ പറയുക, പ്രൈസ് കൂടുതലുള്ള സാരീസാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കാൻ വന്നതാണ് സിൽക്ക് സാരീസ്. പ്രൈസ് കൂടുതലെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സാരീസ് ഇങ്ങനെ ഇപ്പോൾ ഈ ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്ന സാരി ഇപ്പോൾ ഇങ്ങനെ കാണുന്നതല്ല, സ്റ്റിൽ അത്യാവശ്യം നമുക്ക് റീച്ചബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ ഇരിക്കുന്നത് തന്നെ ഭയങ്കര ഭംഗി തോന്നിയിട്ടൊരു സാരി ചോദിച്ചപ്പോൾ അതിനവർ 1 lakh ആണെന്ന് പറഞ്ഞു. വിച്ച് മീൻസ് പ്രൈസുള്ള സാരീസും ഉണ്ട്, അത് വെറുതെ പറയുന്നതല്ല. പ്രൈസുള്ള സാരീസും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം കുറവുള്ള സാരീസും ഉണ്ട് കേട്ടോ. ആൻഡ് അവിടെ ആ ഫ്ലോറിൽ തന്നെ നമുക്ക് കുറേ ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ആക്സസറീസ് നോക്കാനായിട്ടുള്ളതുണ്ടായിരുന്നു, ഡെയിലി വെയറിന് പറ്റിയതൊക്കെ. ഞാൻ നോക്കി, ഞാൻ അവിടുന്ന് ഒന്നും എടുത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നും എടുത്തിരുന്നില്ല തോന്നുന്നു. ഇയർ റിങ്സ്, ബാങ്കിൾസ് അതൊക്കെ ഉണ്ടായിരുന്നു. ബ്രേസ്ലെറ്റും അതുപോലെ ഒരു റിങ് എടുത്തിരുന്നു കേട്ടോ. അത് ഞാനിപ്പോൾ ഓർത്തെ, അത് അവിടെ നിന്ന് എടുത്തിരുന്നു, വേറെ ഒന്നും എടുത്തിരുന്നില്ല കേട്ടോ. അത്യാവശ്യം നെക്ക് പീസസിലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇന്നലെ പോയ ബ്രൂക്ക്ഫീൽഡ്സ് മോളിലോട്ട് നേരെ വന്നു കേട്ടോ. കാരണം RMKVയിലൊരു സാരി മാറ്റി വെച്ചിരുന്നു, അത് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് പിന്നീട് അത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ RMKVയിലേക്ക് വന്നെടുത്തു. എന്നിട്ട് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു വെച്ചു. ഭയങ്കര ക്വാളിറ്റി ഐസ്ക്രീം ആയിരുന്നു. അതായത് ഫ്രൂട്ട് പൾപ്പ് അതായിരുന്നു, മാംഗോ, ടെൻഡർ കോക്കനട്ട്, പിന്നെ ഏതോ ഒരു ഫ്ലേവറും കൂടി ആയിരുന്നു കേട്ടോ, ഞാൻ മറന്നു.
എന്നിട്ട് എഗെയിൻ വി കെയിം ബാക്ക് ടു റൂം. സോ അച്ഛൻ റൂമിൽ റെസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ. അച്ഛന് ഷോപ്പിംഗ് വിൽ ബി ഡിഫിക്കൾട്ട്, അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പം ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു വെരി നെക്സ്റ്റ് ഡേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെറിയ രീതിയിൽ, കാരണം ഫുഡ് കഴിച്ചതിന് ശേഷമായിരുന്നു കേട്ടോ ഇത്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ 4 പേരല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒരു കപ്പ് കേക്കിൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു അപ്പോൾ അതാ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കണ്ടോ പെട്ടി 1 2 3 സെറ്റ്സ് സാരീസിൻ്റെ ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെട്ടിയിലും ബാഗിലൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ലഗേജൊക്കെ ആയിട്ട് നേരെ റെഡ് ടാക്സി ആണ് അവിടെ ഉള്ളത് കേട്ടോ, നമ്മുടെ ഊബറൊക്കെ പോലെ. സോ റെഡ് ടാക്സി വിളിച്ചിട്ട് നമ്മൾ ഈശയിലേക്ക് പോവാണ് കേട്ടോ. ഈശ ആദിയോഗി സ്റ്റാച്യൂവിൻ്റെ അവിടേക്ക് കാണാൻ പോവാണ്. ആക്ച്വലി ഈശയിൽ കുറേ കാണാനുണ്ട്. ഐ മീൻ ഈശ എന്ന് പറയുന്ന അത് ഐ തിങ്ക് ഇറ്റ്സ് എ പ്ലേസ്. സോ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ ആദിയോഗി സ്റ്റാച്യു കാണാൻ പോവാണ്. സോ ഞാനിങ്ങനെ അച്ഛനെയും അമ്മയൊക്കെ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചിരിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. ആൻഡ് നമ്മൾ പോകുന്ന വഴി ഭയങ്കര ബ്യൂട്ടിഫുൾ കേട്ടോ. നമ്മുടെ ഐ മീൻ ഇപ്പോൾ തമിഴ്നാട് പിന്നെ ഈ കേരളമൊക്കെ ഒരുപോലെ തന്നെയാണല്ലോ. സോ ഭയങ്കര പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. സോ ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദിയോഗിയുടെ സ്റ്റാച്യു ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഡയറക്റ്റ്ലി അവിടെ ആശ്രമമുണ്ട്, ആശ്രമത്തിലേക്ക് പോകാൻ കേട്ടോ. ഏദർ വി ക്യാൻ വാക്ക്, അല്ലെങ്കിൽ നമുക്ക് ഈ കാളവണ്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പോവാം. അതിൽ ഒരാൾക്ക് പെർ ഹെഡ് 10 റുപ്പീസാണ്. അങ്ങനെ നമുക്ക് കാളവണ്ടിയിൽ പോവാം. അപ്പോൾ ഞങ്ങൾ കാളവണ്ടിയിൽ പോയി കേട്ടോ. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ആക്ച്വലി ഭയങ്കര രസമായിരുന്നു. ആക്ച്വലി ആഫ്റ്റർ എ ലോങ് ടൈമാണ് ഞാനൊക്കെ UKG പഠിക്കുമ്പോഴാണ് തോന്നുന്നു പോയത്. സോ ഇത് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഈ ഒരു എക്സ്പീരിയൻസ്. അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട് കേട്ടോ നടക്കാനായിട്ട്. അപ്പം അതുപോലെ കാളവണ്ടി, പിന്നെ ഇങ്ങനത്തെ വണ്ടിയുണ്ട്. ഇത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിൻ്റെ അങ്ങനെ അവരുടെ കാറ്റഗറിയിൽ അവർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അവനെന്തോ എനിക്ക് കണ്ടൊരു ഓർമ്മയുണ്ട്. സോ ആശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണിത്. അവിടെയും ഈ പറഞ്ഞ പോലെ ഒരുപാട് അവർ ഫാം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരുപാട് സീനറീസൊക്കെ കിടന്നിട്ടാണ് നമ്മൾ ആശ്രമത്തിലേക്ക് പോണത്. ആൻഡ് ആശ്രമത്തിൻ്റെ ഉള്ളിൽ ചെന്നാൽ എനിക്കത് എന്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല. നമ്മളത് അവിടെ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര്, മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും ഈ മറ്റേ സ്റ്റാച്യൂയുടെ അവിടെ പോയിട്ട് തിരിച്ചു പോവുകയാണെന്ന്. പക്ഷേ ആശ്രമത്തിലേക്ക് പോയില്ലെങ്കിൽ നമുക്കതൊരു വലിയ നഷ്ടമാണ്. ആശ്രമത്തിലേക്ക് പോകുക തന്നെ വേണം. ബട്ട് നമുക്ക് അവിടെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല. ബട്ട് അത് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള, ഭയങ്കര എന്താ പറയുക, ഡിവൈനായിട്ടുള്ളൊരു സ്പേസാണ് കേട്ടോ. അത് എൻജോയ് ചെയ്യുന്നത് വേണം എല്ലാവരും. ഇനി അങ്ങോട്ട് പോകുന്നവർ അത് എൻജോയ് ചെയ്യുന്നത് വേണം എന്നാണ് കേട്ടോ ഞാൻ പറയുള്ളൂ. അത്രമാത്രം ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ആശ്രമത്തിലേക്ക് പോയിട്ട് പിന്നെ ഞങ്ങൾ 7:10 ആകുമ്പോഴാണ് തോന്നുന്നു ലേസർ ഷോ ഉള്ളത്. സോ അപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു വരികയാണ് കേട്ടോ. സോ തിരിച്ചു വരുമ്പോൾ 7 മണി കഴിഞ്ഞാൽ നമ്മുടെ ഈ കാളവണ്ടി ഉണ്ടാവില്ല. സോ വി ഹാവ് ടു വാക്ക്. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാവരും
ഫോണൊക്കെ എടുത്ത് റെഡി ആയി നിൽക്കുകയാണ് ഷോ കാണാനായിട്ട്. അവിടെ ഭജൻ, ഈ ലൈറ്റ് കാണുന്നില്ലേ, ഈ ഒരു അമ്പലം പോലെ ഒരു ഭാഗം, അവിടെ ഭജൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് കേട്ടോ, എന്താ പറയുക, ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ലേസർ ഷോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ക്ലൗഡ്, അവിടെ എല്ലാം ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് ആ ട്രാവലിംഗ്, അതായത് അങ്ങോട്ട് എത്താറാവുമ്പോൾ തൊട്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരുന്ന വരെയുള്ള ഭാഗങ്ങളെല്ലാം ബ്യൂട്ടിഫുള്ളാണ്. അയ്യോ, ഇത് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. എസ്പെഷ്യലി എനിക്ക് ആശ്രമമാണ് ഭയങ്കര നമ്മളറിയാതെ നമ്മൾ ആ ഒരു ഫീലിലോട്ട് എത്തും കേട്ടോ. സോ ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും എൻജോയ് ചെയ്യും കേട്ടോ. മാക്സിമം ഞാൻ റെക്കോർഡ് ചെയ്തത് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻജോയ് ചെയ്യാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നൊക്കെ തോന്നുന്നൊരു ദിവസമായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്ക് ടു റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ അന്ന് രാത്രി തിരിക്കുകയാണ്, രാത്രിയിലത്തെ ട്രെയിനിന്. അപ്പോൾ ഞാൻ അച്ഛനോടും അമ്മോടും ചോദിക്കുമായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ട്രിപ്പ് എന്നൊക്കെ. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി, നല്ലതായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. ഇങ്ങനെ അതായത് ഈശയാണ് അവർ തീരെ എക്സ്പെക്റ്റ് ചെയ്യാഞ്ഞത്, അത് പെട്ടെന്ന് വന്നതാണ്, പെട്ടെന്ന് ആ ഒരു പ്ലാൻ വന്നതാണ്. നമുക്ക് ഷോപ്പിംഗ് ആയിരുന്നു നമ്മുടെ ഉള്ളിൽ, അപ്പം അതവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് എക്സ്പെക്റ്റ് ചെയ്തില്ല എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അവർ. എന്നിട്ട് അങ്ങനെ നമ്മൾ ഏർലി മോർണിംഗ് 3 o'clock or 4 o'clock നമ്മൾ തൃശ്ശൂർ എത്തുന്നത്. സോ വെൽക്കം ടു കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള. സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് ഐ ആം വൈൻഡിങ് അപ്പ് ദ വീഡിയോ ഫോർ ദ ഡേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഞങ്ങളുടെ ചെറിയ ട്രിപ്പ്, ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് എന്താ പറയുക റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, സോറി. സ്റ്റിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം പറയുക, മുന്നേ പറഞ്ഞ പോലെ സജഷൻസ് പറയുക. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്. ആൻഡ് ഓൺലി വൺ തിങ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളും നിങ്ങളുടെ പാരൻസുമായിട്ട് എപ്പോഴും എന്നല്ല എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ഹോളിഡേ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോലെ സ്മോൾ ട്രിപ്പ്, അവർക്ക് അത് മതി. അവർ നമ്മളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് മേ ബി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ നമ്മളൊരു കുഞ്ഞു കാര്യം ചെയ്താൽ വരെ, അവർക്ക് ചെയ്തു കൊടുത്താൽ വരെ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പിന്നത്തേക്ക് വെക്കാതെ
ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. കാരണം പിന്നീട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഞാനിങ്ങനെ ഇത്രയും ഹാപ്പി ആയിട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ്. എനിക്ക് അന്നത് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ഇങ്ങനെ ഉണ്ടാവും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ആ ഒരു വിഷമം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ എസ്പെഷ്യലി അച്ഛനതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളുമാണ്. അതായത് മകള് ചെയ്തു, എനിക്ക് മോള് ഇന്നത് വാങ്ങിച്ചു തന്നു, ഇന്നത് ചെയ്തു തന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര അച്ഛൻ അങ്ങനെയാണ്. അത് ഭയങ്കര ഒരു പോഷ് ടൈപ്പ് ആളാണ്. അതെനിക്ക് തോന്നുന്നു ഈ പെൺമക്കളുള്ളവരുടെ അച്ഛന്മാർ അങ്ങനെ ഇരിക്കുന്നത്, എസ്പെഷ്യലി ദെൻ അമ്മമാർക്ക് അതൊക്കെ സന്തോഷമായിരിക്കും. പക്ഷേ അച്ഛൻ ഇത് ഒന്നും കൂടി എന്താ പറയുക, ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പാരൻസും അങ്ങനെ ഇരിക്കും. അവരവരുടെ മക്കൾ ചെയ്തു തരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുത്താൽ അതിപ്പോൾ നമുക്ക് അവർ എന്തൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിലും അവർ മേ ബി അതൊന്നും കണക്കിലെടുക്കില്ല. നമ്മളൊരു കുഞ്ഞു കാര്യം ചെയ്തു കൊടുത്താൽ അവരത് ഭയങ്കര വലിയ കാര്യമായിട്ട് കാണും. സോ അത് നമ്മുടെ ഭാഗ്യമാണ് അല്ലേ, നമുക്ക് അങ്ങനെ നമുക്ക് പാരൻസ്, അച്ഛൻ അമ്മ എന്ന് പറയാൻ ആൾക്കാരുള്ളത്. അവരില്ലാതെ ആകുമ്പോഴല്ലേ, എപ്പോഴും പറയുന്ന പോലെ ഇല്ലാതെ ആകുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ അറിയുള്ളൂ. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാവരും ചെയ്യുക. അവരെ ഹാപ്പി ആക്കുക. അവർ ഹാപ്പി ആവുന്നത് കണ്ട് നമ്മൾ സന്തോഷിക്കുക. അത്രയേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് and don't forget to like, share and subscribe to my channel. Thank you.